guys, welcome back to NBC Academy. നമ്മള് പാർട്ട് 3 ആണ് സൈബർ സെക്യൂരിറ്റി അവയർനെസ് സെക്ഷന്റെ. അപ്പോൾ ഇന്ന് നമ്മള് കുറച്ച് പുതിയ ടോപ്പിക്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാല് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫ്രോഡ്സ് ആണ്. CVV, OTP ഷെയറിംഗ് ഫ്രോഡ്സും പിന്നെ UPI ഫിഷിംഗ് ഫ്രോഡ്സും പിന്നെ ഫ്രോഡ് ബൈ റിക്വസ്റ്റ് മണി, കോഡ് ലിങ്ക്, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഫ്രോഡ് ത്രൂ ഗൂഗിൾ ഡോക്സ് ആപ്ലിക്കേഷൻസ്. ബാക്കി നമ്മൾ പതിയെ താഴോട്ട് വന്നിട്ട് പിന്നെ ഫിനാൻഷ്യൽ ഫ്രോഡ്സ്, പിന്നെ അതർ സൈബർ ക്രൈംസ് യൂസിങ് സോഷ്യൽ മീഡിയ ആൻഡ് അതർ സൈബർ ക്രൈംസ് ഓഫ് ഫ്രോഡ്. നമ്മളതാണ് നമ്മുടെ ടോപ്പിക്. എല്ലാം ഫിനാൻഷ്യൽ ബേസ്ഡ് ആണ്. പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയയും കൂടെ ഉണ്ട്. നമുക്ക് ടിപ്സ് വെച്ച് ഞാനെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫ്രോഡ്സിലോട്ടാണ് പോകുന്നത്. CVV OTP ഷെയറിംഗ് ആണ്. ജസ്റ്റ് എടുക്കാം. ഇപ്പൊ സൈബർ ക്രിമിനൽസ് ദംസെൽവ്സ്, ഇപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ച് ഞാൻ അപ്പത്തേക്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതെങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരാൾ നമ്മൾ സൈബർ ക്രിമിനൽ നമ്മുടെ വ്യക്തി നമ്മളോട് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ആയിപ്പോയി, നിങ്ങളുടെ KYC നോൺ യുവർ കസ്റ്റമർ. ഓക്കെ, അത് KYC അപ്ഡേറ്റഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക്ഡ് അല്ല ബാങ്ക് അക്കൗണ്ട് ആയിട്ട്. ഹെൻസ് ദർ അക്കൗണ്ട് വിൽ ബി ബ്ലോക്ക്ഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും എന്ന് പറയും. അപ്പം അവർ നിങ്ങൾക്ക് അപ്ഡേറ്റിംഗ് ലിങ്ക് ആയിട്ട് KYC ലിങ്ക് അല്ലെങ്കിൽ ലിങ്കിങ് യുവർ ബാങ്ക് ID വിത്ത് ആധാർ അല്ലെങ്കിൽ റെസ്യൂം യുവർ ATM സർവീസ്. അപ്പം ATM കാർഡ് സർവീസ് അപ്പൊ ആക്ടിവേഷൻ ചെയ്യാനുള്ള പുതിയ ATM കാർഡിനൊക്കെ വേണ്ടിയുള്ള ലിങ്ക് അവർ ഇട്ട് തരും. അപ്പം അവരിട്ട് തന്നിട്ട് ഇപ്പം വിക്ടിം ഇവനെ വിളിച്ചപ്പോ ഇവന് ടെൻഷൻ കയറി. അപ്പം വിക്ടിം ഷെയർസ് ഹിസ് കാർഡ് നമ്പർ. അപ്പം അവർ ചോദിക്കും കാർഡ് നമ്പർ എന്ന് പറയാതെ ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയാ കാർഡ് നമ്പർ കൊടുക്കും. പിന്നെ CVV അവസാനത്തെ കാർഡിന്റെ പുറകിൽ അവസാനം 3 കോഡ് ഉണ്ട്. ഇത് കണ്ടോ, 123 എല്ലാവർക്കും വേറെ വേറെ യൂണിക് കോഡ്സ് ആണ്. CVV കൊടുക്കും, എന്നിട്ട് OTP കൊടുക്കും, എന്നിട്ട് വിക്ടിംസിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ആക്സസ് ചെയ്യും. എന്നിട്ട് ഈ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പേടിഎം, ആമസോൺ ഒക്കെ ലിങ്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതി അവര് പർച്ചേസ് ചെയ്യും ആ സാധനങ്ങൾ. ഓക്കെ, അങ്ങനെയാണ് ഇത് നടക്കുന്നത്. CVV ഷെയറിംഗ് ഒക്കെ നടക്കുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മളെ UPI ഫിഷിംഗ്. ഇപ്പം UPI ഫിഷിംഗ് എങ്ങനെ നടക്കുന്നത് വെച്ചാൽ, ഇപ്പം ആ സെയിം രീതി തന്നെയാണ്. ഇത് നമ്മൾ അത് കാർഡ് വെച്ചാണെങ്കിൽ ഫിസിക്കലാണെങ്കിൽ ഡിജിറ്റലാണ്. ആ സെയിം രീതി തന്നെയാണ്. ഇവിടെ വിക്ടിമിനെ വിളിക്കുന്നു, വിക്ടിം OTP ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ലിങ്ക് വഴി കയറുന്നു. എന്നിട്ട് പിന്നെ UPI വാലറ്റിന്റെ ആക്സസ് നമ്മുടെ ഹാക്കർ അല്ലെങ്കിൽ ക്രാക്കർ എടുക്കുന്നു. എന്നിട്ട് ആ പൈസ അത് എടുത്ത ആള്, ചീറ്റ് ചെയ്ത ആള് എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്കിന് ഈ ഇരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ OTPകൾ ഷെയർ ചെയ്യാതിരിക്കുക. എന്നിട്ട് ഇങ്ങനെ അൺഒഫീഷ്യൽസ് കോൾ എടുക്കാതിരിക്കുക. മാക്സിമം ട്രൂ കോളറോ അങ്ങനത്തെ ബേസ്ഡ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ട്രൂ കോളർ നിങ്ങളുടെ പ്രൈവസിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ട്രൂ കോളർ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് നിങ്ങൾക്ക് ആരാ വിളിക്കുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂ കോളർ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇത് സെയിം ആണ്. ഇത് പിന്നെ നമ്മുടെ QR കോഡ് ഉപയോഗിച്ച് ക്രാക്ക് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ എടുക്കുന്ന മെത്തേഡാണ്. ഇത് നമുക്ക് വിടാം. പിന്നെ സിം കാർഡ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം സൈബർ ക്രിമിനൽസ് ഗെറ്റ് ബ്ലാങ്ക് സിം ഫ്രോം ദ റീറ്റെയിലർ ഹു വാണ്ട്സ് ടു ഗ്യാദർ നമ്പർ. ഓക്കെ, നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി അവന്റെ ഗ്യാങ്ങിൽ ഒരുത്തനെ ഹയർ ചെയ്തിട്ട് അവരുടെ ഒരു ബ്ലാങ്ക് സിം മേടിക്കും. എന്നിട്ട് നമ്മുടെ വിക്ടിം, അതായത് ഇപ്പൊ എന്റെ സിമ്മിന്റെ നമ്പറൊക്കെ അടിച്ച് എല്ലാം ശരിയാക്കി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്, സിം സ്വാപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയില്ല. അപ്പൊ സിം സ്വാപ്പ് ആക്കി കഴിഞ്ഞിട്ട് ഇവന്റെ വരുന്ന മെസ്സേജ്, ഇവന്റെ കോൾസ് ഒക്കെ ഇവനും കേൾക്കാൻ പറ്റും, അവനും കേൾക്കാൻ പറ്റും. സോ എന്താ അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെവർ ഷെയർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു യുവർ അക്കൗണ്ട് ഓർ സിം ഓവർ ഫോൺ കോൾ വഴി നിങ്ങളുടെ സിമ്മിന്റെ കാര്യങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങൾ പറയാനോ പാടില്ല. The 20-digit SIM number mentioned in the back of the SIM card is very sensitive data. Okay, ഷെയർ ചെയ്യാൻ പാടില്ല.
If your number is inactive or out of range for few hours, enquire from your mobile operator immediately. അപ്പം നിങ്ങൾക്ക് ഒരു കുറെ മണിക്കൂറിലേക്ക് നിങ്ങളുടെ റേഞ്ച് ഇല്ലെന്നോ അല്ലെങ്കിൽ സിം ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിം ഓപ്പറേറ്ററിനെ വിളിക്കുക. ഓക്കെ. ഹാരാസ്മെന്റ് ത്രൂ ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഇപ്പൊ ഒത്തിരി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ എല്ലാവരെയും ഇങ്ങനെ ഹറാസ്, മെന്റലിയും ഹറാസ്, ഫിസിക്കലി അവരെ ബുള്ളി ചെയ്യുക അല്ലേ. സൈബർ ലോകത്ത് ഏറ്റവും കൂടുതലും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിക്ടിം ഒരു പെൺകൊച്ച് യൂഷ്വലി അക്സെപ്റ്റ്സ് ഓൾ ദ ഫ്രണ്ട് റിക്വസ്റ്റ് വിത്തൗട്ട് നോയിങ് ദ പേഴ്സൺ ഹു ഈസ് ബിഹൈൻഡ്. ആരാണോ എന്താണെന്ന് അറിയാതെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കൊച്ചെന്താ പോസ്റ്റ് ഇടുക, എല്ലാ ദിവസവും പോസ്റ്റ്, ആ കൊച്ചിന്റെ ഫോട്ടോസ്, ആ കൊച്ചിന്റെ പേഴ്സണൽ ഫോട്ടോസ്, അത് ഇതൊക്കെ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു. അപ്പൊ എന്ത് നമ്മുടെ ഫ്രോഡ് ചെയ്യാൻ വിചാരിക്കുന്ന ആള് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡൗൺലോഡ് ആക്കിയിട്ട് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കും. ഈ കൊച്ചിന്റെ പേരെല്ലാം വെച്ച് വേറെ ആൾക്ക് മെസ്സേജ് ചെയ്യും. അത് ചെയ്യരുത്, അത് കുറ്റകരം കൂടെയാണ്. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലും അത് ചെയ്യാൻ പാടില്ല. അപ്പം അതിന്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഓഫേഴ്സ് privacy settings to manage who can view your posts, photos, or send your friend request, etc. Restrict access to your profile. Ensure your personal information, photos, videos are accessible only your friends. Okay, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം കണ്ടാൽ മതി ഇതൊക്കെ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ പണി വെക്കുന്നത്. വെളിയിൽ നിന്ന് താഴെ വന്ന് പണി വെക്കാൻ പോകും നിങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പണി വെക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അടുത്ത പോയിന്റ്, refrain for making friendship with the unknown person over social media. നമ്മൾക്ക് അറിയാത്ത ആൾക്കാരായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയത് സോഷ്യൽ മീഡിയയിലാണ്. ഓക്കെ. കാരണം നമുക്ക് അറിയത്തില്ല ആളുടെ സ്വഭാവം, ആളുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു. സോ നിങ്ങളത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൈബർ ബുള്ളി ഓൺ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതലും ഈ പെൺകൊച്ചുങ്ങളും പിള്ളേരും എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സൈബർ ബുള്ളി. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേര് അവര് ഭയങ്കര സ്ട്രോങ് അല്ല. അവര് എന്ത് കേട്ടാലും അവർക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്താലും അവർ ഓക്കെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷൻ സോ വീക്ക്. ഓക്കെ. ഇവന് എന്റെ ജനറേഷൻ പോലും ഭയങ്കര വീക്കാണ്. എന്ത് കിട്ടിയാലും അവർക്ക് ചാവണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടാന്ന് വെക്കുന്ന ഒരു ജനറേഷൻ ആയിപ്പോയി. സോ ഈ ജനറേഷൻ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലൈക്ക് എനിക്ക് ഇത് പറ്റുന്നില്ല, എനിക്കിങ്ങനെ ചെയ്യണം, അങ്ങനെ ഓക്കെ ആവുന്നുള്ളൂ. ആ ഒരു ജനറേഷൻ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇത് നിർത്തണം. സൈബർ ബുള്ളിങ് നിർത്തി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സൂസൈഡ് വിത്ത് കിഡ്സ് വിൽ ബി സോൾവ് ഹിയർ. അപ്പൊ നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സൈബർ ബുള്ളി ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാര് അവരുടെ ഈ പെൺകൊച്ചുങ്ങളെ അല്ലെങ്കിൽ കൊച്ചുപിള്ളേരെ പേഴ്സണൽ ഫോട്ടോസ്, പേഴ്സണൽ ഇൻഫോർമേഷൻസ് ലീക്ക് ചെയ്ത് വൃത്തിയായിട്ട രീതിയിലൊക്കെ ആക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ ഈ കൊച്ചത് കാണാൻ നേരത്ത് ഈ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, ഈ കൊച്ചിന്റെ പേരിലുള്ള അക്കൗണ്ടില് ആ സെയിം ഡീറ്റെയിൽസ് കൊടുത്തായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വേറെ ആൾക്കാർ എന്ത് വിചാരിക്കും, ഈ കൊച്ചി ഇങ്ങനത്തെ കൊച്ചാണ്, ഈ കൊച്ചി കൊള്ളത്തില്ല, ഈ കൊച്ചി പന്നെ. അപ്പൊ കൊച്ചിനെ കുറ്റബോധം വന്ന് കൊച്ചിന് അവസാനം സൂസൈഡ് വരെ പോകേണ്ടി വരും. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ അബൌട്ട് പ്രൈവസി സെറ്റിംഗ്സ് ഓഫ് സോഷ്യൽ മീഡിയാസ് or social media apps being used. Okay, നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്രൈവസി സെറ്റിംഗ്സ് നിങ്ങൾ കാണാതെ നിങ്ങൾ പഠിക്കേണ്ട അവസ്ഥയുണ്ട്. ഇപ്പൊ അത് ആവശ്യമാണ്. നിങ്ങൾ എന്ത് പ്രൈവസി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. സോ നിങ്ങളുടെ പ്രൈവസി കാര്യങ്ങൾ സെറ്റിംഗ്സ് നിങ്ങൾ ജസ്റ്റ് നോക്കാം. Ensure your personal information, photos and videos are accessible only to your trusted ones. Like നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളെ മാത്രമേ കാണിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിക്കണമെന്നും ഞാൻ പറയുന്നില്ല. ലൈക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിലുള്ള ആൾക്കാരെ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നിങ്ങളുടെ റിയൽ ലൈഫിലാണ് ഒരു കാര്യവും ഒന്നും ഷെയർ ചെയ്യില്ലെന്ന് പറയുന്നില്ല. ബട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാം നിങ്ങളെല്ലാം പറയണമെന്നില്ല. ട്രസ്റ്റഡ് ആയിട്ട് 2-3 ആൾക്കാർ മതി. ആ ആൾക്കാർ ആ സോണിന്റെ വെളിയിൽ പോയാൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഈ സൈബർ വെളിയിലെ ആൾക്കാർ മനസ്സുണ്ടെങ്കിൽ തീർന്നു. സോ ട്രസ്റ്റഡ് ആയ ആൾക്കാർ മാത്രം
പറയാം, ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പാസ്വേഡ്സ് ഒന്നും ആർക്ക് ഷെയർ ചെയ്യരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സൈബർ സ്റ്റോക്കിംഗ്. അപ്പം ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഇതൊക്കെ തന്നെ സൈബർ സ്റ്റോക്കിംഗ് നടക്കുന്നുണ്ട്. കാരണം ഇപ്പം പുതിയ ഒരാളെ കണ്ടാൽ മെസ്സേജ് അയക്കുക, എന്നിട്ട് അവരെ കണ്ടെങ്കിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും ആ ഒരു ശല്യം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല സ്റ്റോക്കിംഗ് വരുന്നത്, ആണുങ്ങൾക്ക് വരാറുണ്ട്. അത് ബോയ്സ് തന്നെ ബോയ്സിനെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പ്രിവെന്റ് ചെയ്ത് നേരെ ഒരു സൈബർ കേസ് ഒന്ന് ഫയൽ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ആ അക്കൗണ്ട് അങ്ങ് കൂട്ടും, അങ്ങനെ ആർക്കെതിരെ ഒരു കേസ് കൊടുക്കും. കാരണം അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്റ്റോക്കർസ് ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഫ്യൂച്ചർ ഓഫ് ദ വിക്ടിം ആൻഡ് frightens him or her when the opportunities inspire. അപ്പം ഇപ്പൊ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എങ്ങനെയാന്ന് വെച്ചെങ്കിൽ എല്ലാം പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥ വരുമ്പോ, അല്ലെങ്കിൽ എല്ലാം പിടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോ അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. എടാ ഞാൻ ഇങ്ങനെ കിട്ടു കൊടുക്കും. അപ്പൊ നമ്മള് പെട്ടെന്ന് ടെൻഷനായിട്ട് നമ്മൾ ആ ആൾ പറഞ്ഞ പോലെ കേൾക്കേണ്ടി വരും. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ഫോട്ടോസ് സോഷ്യൽ മീഡിയ ആഡ് ചെയ്തിരിക്കുക. പിന്നെ നെവർ ആഡ് അൺനോൺ പീപ്പിൾ ടു യുവർ ഫ്രണ്ട് ലിസ്റ്റ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ എപ്പോഴും ലൈഫിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ജ്യൂസ് ജാക്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക്കിലേക്ക് ഹോസ്പിറ്റൽസിൽ ചെന്ന് ചാർജ് കുത്തുന്ന ആൾക്കാർ, മെട്രോ സ്റ്റേഷനിൽ കൊണ്ട് ചാർജ് കുത്തുന്ന ആൾക്കാർ, നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ചാർജ് കുത്തുന്നത്? ചാർജ് കുത്താതിരിക്കുന്നതാണ് നല്ലത്. ഫോൺ ചത്തുപോയി അവിടെ തന്നെ ഇരിക്കട്ടെ. അത് നിങ്ങൾ അത്രയ്ക്ക് അർജന്റാണെങ്കിൽ മാത്രം. കാരണം ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു USB പോർട്ട് ഡീകോഡ് ചെയ്തിട്ട് USB കോഡ് ഒരു പുതിയൊരു കോഡ് കയറ്റിയിട്ട് നമ്മുടെ ജസ്റ്റ് അത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആ USB വഴി ആ ഹാക്കറിന്റെ കയ്യിൽ എത്തുന്നുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസേബിൾ ഡേറ്റ ട്രാൻസ്ഫർ ഓൺ മൊബൈൽ വൈൽ ചാർജിങ്. അപ്പൊ നമ്മൾ ചാർജ് കുത്താൻ നേരത്തിലേക്ക് പവർ ബാങ്കിലല്ല, ലാപ്ടോപ്പിൽ ചാർജ് അല്ലെങ്കിൽ PC ക്ക് ചാർജ് കുത്തുന്ന മണ്ടയ്ക്ക് ഫയൽ ട്രാൻസ്ഫർ, ഫോട്ടോ ട്രാൻസ്ഫർ സംഭവം വരില്ല. രണ്ടും ഡിസേബിൾ ആക്കുക. ഓൺലി ഫോർ ചാർജിങ് ആക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചാർജ് കുത്താൻ അങ്ങനെ വരത്തുള്ളൂ. കാരണം ഇത് ഓൾറെഡി ഒരു പോർട്ട് കൊടുത്തിട്ട് ആ പോർട്ട് വഴിയാണ് കമ്പ്യൂട്ടറോട് കണക്ട് ചെയ്തിരിക്കുന്നത് ഹാക്കർ. സോ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചാർജിങ് മാത്രം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ സൈബർ സേഫ്റ്റി ടിപ്സ് ഫോർ ചിൽഡ്രൻസ്. ഞാൻ എന്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാസ്വേഡ്സ് ഉണ്ടല്ലോ, പിള്ളേർക്ക് ഒരു 12 വയസ്സ് വരെ പാസ്വേഡ്സ് അവർ ചുമ്മാ ജനറേറ്റ് ചെയ്ത് വെക്കത്തുള്ളൂ, പിന്നെ മറന്നു. സോ അവർക്ക് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ കൊടുക്കാനോ ഒന്നും വീട്ടുകാരും തയ്യാറാവരുത്. ഒരു 13-14 വയസ്സ് മുതൽ സോഷ്യൽ മീഡിയ കൊടുക്കാതെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഈ 12 വയസ്സുകാരൻ, ഒരു 10 വയസ്സുകാരൻ മുതൽ 12 വയസ്സുകാരൻ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയ അഡിക്ഷൻ എന്ന സംഭവം. ഈ അഡിക്ഷൻ ഉണ്ടാക്കി എന്ത് വരുന്നത്, ഈ നമ്മളിപ്പം ഡിവൈസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രഷൻ ഉണ്ടാവും. അഗ്രഷൻ ഉണ്ടാകുന്ന നേരത്ത് ഈ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അഗ്രഷൻ കൂടി അവസ്ഥ നമ്മളെ അടിക്കുന്ന ഒരവസ്ഥയോ അത് ഉണ്ടാവാതിരിക്കും. എല്ലാം കൺട്രോൾ ചെയ്ത് പേരൻസ് ആണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ പിള്ളേരെ കുറ്റം പറയരുത്. അവരെപ്പോഴും ഫോണിലാണ്. അത് നിങ്ങളുടെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ പിള്ളേർ അതുപോലെ ചെയ്തു. സോ അപ്പം പിന്നെ നമ്മള് ഈ സോഷ്യൽ മീഡിയയില് കുറച്ച് മാനേഴ്സ് ഉണ്ട്. അതിൽ ഒരു തോന്നിയ പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. ഒരു മാനേഴ്സ് ഉണ്ട്, ഒരു ഇക്വാലിറ്റി ഉണ്ട്. അത് വെർച്വൽ സ്പേസ് ആണ്. അത് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം പിള്ളേരെ. സോഷ്യൽ മീഡിയ ഇതിനാണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ നല്ലതിന് ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അത് 3 കാര്യങ്ങൾ നിങ്ങളുടെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഓക്കെ, അപ്പം ജനറൽ സൈബർ സെക്യൂരിറ്റി ടിപ്സ് ആണ്. കീപ് യുവർ ആന്റിവൈറസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ് ടു ഡേറ്റ്. നമ്മുടെ ഫോണിൽ ബാച്ച് അപ്ഡേറ്റ്സ് വരുന്ന പോലെ എല്ലാ ഡിവൈസുകളും വരാറുണ്ട്. നിങ്ങളത് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. പിന്നെ ബാക്കപ്പ് സെൻസിറ്റിവിറ്റി ഡേറ്റ, നിങ്ങളുടെ ഫോട്ടോസ് ബാക്കപ്പ് ചെയ്ത് വെക്കുക.
നിങ്ങളെ ചാറ്റ്സ് ബാക്കപ്പ് ചെയ്ത് വെക്കുക. എൻഡ് ടു എൻഡ് ക്രിപ്റ്റിൽ മാത്രം, അല്ലെങ്കിൽ ക്രിപ്ഷൻ മോഡിൽ മാത്രം ബാക്കപ്പ് ചെയ്ത് വെക്കുക. ഡീക്രിപ്റ്റ് മോഡിൽ ഒരിക്കലും ബാക്കപ്പ് ചെയ്ത് വെക്കല്ല. ഓക്കെ, be careful while operating the web links like URLs. അതൊക്കെ എല്ലാ ലിങ്കും മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഒരാളെ സെൻഡ് ആക്കുന്ന ലിങ്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന ലിങ്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഒരാളെ സെൻഡ് ആക്കുന്ന ലിങ്ക് നമുക്ക് വിശ്വാസം ഇല്ലാത്ത ലിങ്കാണ്. നമ്മൾ സെർച്ച് ചെയ്ത് ഓപ്പൺ ആക്കുന്ന ലിങ്ക് കുറച്ച് വിശ്വാസമുള്ളൂ. അപ്പൊ ഒരാൾ സെർച്ച് നമുക്ക് സെൻഡ് ആക്കിയിരിക്കുന്ന ലിങ്ക് എപ്പോഴും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ. അപ്പോ നമുക്ക് ബ്രൗസിംഗിൽ കുറച്ച് സേഫ്റ്റീസ് ഉണ്ട്. ലൈക്ക് നിങ്ങളിപ്പോ പബ്ലിക് വൈഫൈസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ VPN കണക്ട് ചെയ്യുക. VPN കണക്ട് ചെയ്യുകയാണെങ്കിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ച് പ്രൈവസി നമുക്ക് അവിടെ കിട്ടും. നമ്മുടെ ഡിവൈസിന് IP അഡ്രസ് വെളിയിൽ പോകത്തില്ല. IP അഡ്രസ് വെളിയിൽ പോയി കഴിഞ്ഞാൽ അറ്റാക്കേഴ്സ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അവിടെ വെച്ചത് വെച്ച് തടയുകയാണ്. സോ പബ്ലിക് നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുമ്പോൾ VPN കണക്ട് ചെയ്യുക എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ വാളറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ഗൂഗിൾ പേ അങ്ങനത്തെ ഒക്കെ ആപ്ലിക്കേഷൻസ്, അത് ഈ വാളറ്റ്. അപ്പൊ അതിന്റെ പാസ്വേഡ്സ് ഇട്ട് വെക്കുക. പിന്നെ മറ്റേ MFA ഓൺ ആക്കി വെക്കുക. മൾട്ടിപ്പിൾ ഫാക്ടർ MFA ഓൺ ആക്കി ഇടുക. പിന്നെ ഇൻസ്റ്റാൾ ഈ വാളറ്റ് അക്കൗണ്ട്സ് ഫ്രോം your source do you trust. നമ്മൾ ഈ വാളറ്റ്സ് ലൈക്ക് സാംസങ് വാളറ്റ്, ആപ്പിൾ വാളറ്റ്, അങ്ങനെ കുറച്ച് വാളറ്റ്സ് ഉണ്ട്. എനിക്ക് 2 വാളറ്റ്സിന്റെ കാര്യം ഇപ്പം അറിയാമല്ലോ. ബാക്കി എന്തെങ്കിലും പുതിയ വാളറ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇമെയിൽ അക്കൗണ്ട് സെക്യൂരിറ്റി, അത് ഞാൻ പറഞ്ഞ പോലെ ഇമെയിൽ അല്ലെങ്കിൽ Gmail എന്താ ചെയ്യേണ്ടത്, MFA വെച്ച് ലോക്ക് ആക്കി ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ പബ്ലിക് വൈഫൈയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഐഡന്റിറ്റി പ്രൂഫ് കാർഡ് സെക്യൂരിറ്റി വിൽ നെവർ ലൂസ് ഫോട്ടോകോപ്പി ഐഡന്റിറ്റി കാർഡ് സോപ്സ് എന്ന് നമുക്കിപ്പോൾ വേണ്ടാത്ത കാര്യമാണ്. പിന്നെ പാസ്വേഡ് സെക്യൂരിറ്റി എപ്പോൾ 16 അക്കമുള്ള പാസ്വേഡ്സ് നിങ്ങൾ ഇടാൻ നോക്കുക. ഓക്കെ, ഒരു 8 അക്കം 7 അക്കം ആൽഫബറ്റ്സ്, ഒരു അക്കം ഒരു ലൈക്ക് @ ഹാഷോ സിമ്പിള്, ബാക്കി 8 അക്കം നമ്പർ കൊടുക്കണം. കുറച്ചും കൂടെ സീക്രട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പെട്ടെന്ന് ഷെയർ ചെയ്യാനും പറ്റത്തില്ല, നിങ്ങളത് മറക്കുകയും ചെയ്യും. അപ്പം അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.